ഇന്ന് നമ്മൾ നോക്കുന്നത് ടോക്കിയോ റിവഞ്ചേഴ്സ് എന്ന ജാപ്പനീസ് അനിമി ടി.വി. സീരീസിന്റെ സീസൺ 3 രണ്ടാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. 700 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. സോ 700 ലൈക്ക് അപ്പ് ആവുന്നു, അപ്പോൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും സമയം കളയാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. വീണ്ടും കിസുക്കിയുടെ പ്ലാൻ പോലെ തന്നെയാണ് എല്ലാം മുന്നോട്ട് പോകുന്നത് എന്ന് ടാക്കമിച്ചി ചിന്തിക്കുന്നു. ടാക്കമിച്ചി ശത്രുവിന്റെ അടുത്ത് സൂക്ഷിച്ചു വേണം നിൽക്കാൻ എന്ന് കോക്കച്ചോ അവനോട് പറഞ്ഞത് ഓർക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ആരോ ഒരാൾ ശത്രുവാണ്, അവർക്ക് കിസുക്കിയുടെ അടുത്ത് വലിയ കണക്ഷൻ ഉണ്ട് എന്ന് ടാക്കമിച്ചി ചിന്തിക്കുന്നു. എന്ത് പറ്റിയെന്ന് ചീഫി അവനോട് ചോദിക്കുന്നു. ഒന്നില്ലെന്ന് അവൻ പറയുന്നു. ടോക്കിയോ മാജി ഗാങ്സിന്റെ എമർജൻസി മീറ്റിംഗ് ആരംഭിക്കാം എന്ന് ഡ്രാഗൺ പറയുന്നു. ഞാനും നീയും ഇപ്പോൾ ശത്രുക്കളാണ് എന്ന് കോക്കച്ചോ അവനോട് പറഞ്ഞത് അവൻ ആലോചിക്കുന്നു. ശത്രുക്കളാണെന്ന് പറഞ്ഞ് ഒരുപക്ഷെ ആ ഫൈറ്റ് എന്നെ തടഞ്ഞു നിർത്തിയതായിരിക്കും കോക്കച്ചോ എന്ന് ചിന്തിക്കുകയാണ് ടാക്കമിച്ചി. നേരത്തെ യോക്കോഹാമയിൽ നിന്ന് വന്ന ടെൻജിക്കോ ഗാങ് നമ്മുടെ ഗാങ്ങിനെ അറ്റാക്ക് ചെയ്തിരിക്കുന്നു. നമ്മുടെ എല്ലാ ഡിവിഷനിലെയും ക്യാപ്റ്റൻസിനെയാണ് അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ടെൻജിക്കോ റീസെന്റ് ക്രിയേറ്റ് ആയ ഒരു ഗാങ് ആണ്. അവർ ആദ്യം അറ്റാക്ക് ചെയ്തത് നമ്മുടെ ഫസ്റ്റ് ഡിവിഷനെയാണ്. മുന്നോട്ട് വരൂ, ഞങ്ങളെ അറ്റാക്ക് ചെയ്തവർ ടീം മോജിസൂക്കിയാണ് എന്ന് പറയാണ് ചീഫ്. ആക്ച്വലി ആ മോജിസൂക്കി ജാഗമോട്ടോ എക്സ് ലീഡർ ആണ്. അവനാണ് ടെൻജിക്കോയുടെ മെയിൻ ഫോഴ്സ് എന്ന് തോന്നുന്നു എന്ന് സ്മൈലി പറയുന്നു. മോജിസൂക്കി എന്ന് പറഞ്ഞ ആ മോജിയോ S62 ജനറേഷനില് അവനും ഒരാളാണ് എന്ന് ടോമാളിലെ ഒരു മെമ്പർ പറയുന്നു. S62 ജനറേഷനോ എന്ന് ചിന്തിക്കുവാണ് ടാക്കമിച്ചി. മോജി മാത്രമല്ല ഹൈറ്റാനി ബ്രദേഴ്സും ഉണ്ടായിരുന്നു എന്ന് മിക്സുയ പറയുന്നു. റോബാഗി ഏരിയ കൺട്രോൾ ചെയ്യുന്ന ആ ഹൈറ്റാനി ബ്രദേഴ്സോ ഇവരെല്ലാം തന്നെ S62 മെമ്പേഴ്സ് അല്ലേ മൈക്കി? എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. അത് മാത്രമല്ല നമ്മളെ കൂട്ടത്തിലെ പലരെയും ഷിയാനോ അടിച്ചിട്ടുണ്ട് എന്ന് ഡ്രാഗൺ പറയുന്നു. ഇത് കേട്ട് മൈക്കി നെട്ടുവാണ്. കാരണം ഈ ഷിയാനോ 9th ജനറേഷൻ ബ്ലാക്ക് ഡ്രാഗണിൽ ഉണ്ടായിരുന്ന ഒരുത്തരാണ്. ഈ സിയാനോവും S62 ജനറേഷനിൽപ്പെട്ട ഒരാളാണ് എന്ന് 50 ഡിവിഷനിലെ ക്യാപ്റ്റൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ടെൻജിക്കോയിലുള്ള എല്ലാവരും S62 ജനറേഷനുള്ള ആൾക്കാരാണ്. ഒരിക്കലും ടീമപ്പ് ആവാൻ സാധ്യതയില്ലാത്ത അവരെല്ലാവരും ടോമാണിനെ ഇല്ലാതാക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ടീമപ്പ് ആയിട്ടുള്ളത്. അങ്ങനെ അവർ ടോമാന്റെ മുകളിലും കൈവച്ചു. നമ്മൾ ഒരിക്കലും വെറുതെ ഇരിക്കാൻ പാടില്ല. നമ്മൾ ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തേ പറ്റൂ. S62 മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണോ? നമ്മൾ ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാം എന്നെല്ലാ മെമ്പേഴ്സും പറയുന്നു. ഇതെല്ലാം തന്നെ കിസുക്കിയുടെ പ്ലാൻ പോലെ തന്നെയാണ് പോകുന്നതെന്ന് ടാക്കമിച്ചിക്ക് മനസ്സിലാവുന്നു. ഇപ്പോ ഇത് തടയാൻ നമുക്ക് യാതൊരു വഴിയുമില്ല. സപ്പോസ് നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ ഫ്യൂച്ചറിലോട്ട് പോയിട്ട് വാ. പോകാൻ പറ്റില്ലെന്നറിയാം, എന്നാലും പോയിട്ട് വരുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതിന്റെ ഒക്കെ അവസാനം എങ്ങനെയായിരിക്കുമെന്ന് നീ പോയി നോക്കിയിട്ട് വാ എന്ന് ചീഫ് അവനോട് പറയുന്നു. ടെൻജിക്കോടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ എല്ലാവരും റെഡിയല്ലേ എന്ന് മൈക്കി ചോദിക്കുന്നു. ഇവിടെ നടക്കുന്ന മുഴുവൻ സിറ്റുവേഷനെ പറ്റി എനിക്ക് അറിഞ്ഞാൽ മാത്രമേ കിസുക്കി എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാൻ പറ്റൂ. കിസുക്കിയും ഒരു ടൈം ട്രാവലർ ആണോ എന്ന് ഞാൻ കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് ടാക്കമിച്ചി പറയുന്നു. ഇപ്രാവശ്യം ഞാൻ അവനെ ഫ്യൂച്ചർ മാറ്റാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞ് നവോട്ടോടെ അടുത്തോട്ട് വരുവാണ് ടാക്കമിച്ചി. ഇതേ സമയമാണ് അവൻ ഈനയെ കാണുന്നത്. ടാക്കമിച്ചി, നീ വീണ്ടും ഫൈറ്റ് ചെയ്തോ? അന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിന്റെ മുമ്പിൽ വെച്ച് ഞാൻ നിനക്ക് തന്ന വാക്ക് അത് ഞാൻ പാലിച്ചിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ തോറ്റു കൊടുക്കില്ല ഹീന എന്ന് ടാക്കമിച്ചി ചിന്തിക്കുന്നു. അങ്ങനെ ടാക്കമിച്ചി ഫ്യൂച്ചറിലോട്ട് വരുന്നു. നവോട്ടോനോട് പാസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ടാക്കമിച്ചി പറയുന്നു. കിസുക്കി തീർച്ചയായിട്ടും ടൈം ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ കൊന്നേ പറ്റൂ. നീ എത്ര പ്രാവശ്യം പാസ്റ്റിൽ പോയി പാസ്റ്റ് ചേഞ്ച് ചെയ്താൽ പോലും അവൻ ടൈം ട്രാവൽ ചെയ്ത് വീണ്ടും അത് ചേഞ്ച് ചെയ്യുന്നു. ഇതെന്തോന്ന് ടോമാഞ്ചറി കഥയോ? നീ എന്തായാലും അവനെ അങ്ങ് കൊന്നു കളഞ്ഞേക്ക് എന്ന് നവോട്ടോ പറയുന്നു. നീ സീരിയസ് ആയിട്ട് തന്നെയാണോ പറയുന്നത് എന്ന് ടാക്കമിച്ചി അവനോട് ചോദിക്കുന്നു. ഓ പിന്നെ ഞാൻ വെറുതെ കോമഡി പറഞ്ഞതാ. അവൻ ശരിക്കും ഒരു ടൈം ട്രാവലർ ആണെങ്കിൽ നിന്നെ പാസ്റ്റിൽ പോയി കൊന്നാ മാത്രമല്ലേ അവന്റെ പ്ലാൻ ഒക്കെ നടക്കൂ. അപ്പൊ പിന്നെ എന്തുകൊണ്ട് കിസുക്കി നിന്നെ പാസ്റ്റിൽ കൊന്നില്ല? നിനക്കിപ്പോ അവൻ എന്നെ കൊല്ലാഞ്ഞിട്ടാണോ എന്ന് ടാക്കമിച്ചി ചോദിക്കുന്നു. കിസുക്കിക്ക് ടോമാൻ ടേക്ക് ഓവർ ചെയ്യാൻ 12 വർഷമായി. നീ പറഞ്ഞ ടെൻജിക്കോ എന്ന് പറഞ്ഞ ഗാങ്ങിനെ പറ്റി പ്രസന്റിൽ ഒന്നും തന്നെ പോലീസിന് അറിയില്ല. കിസുക്കി ഇപ്രാവശ്യം ഫ്യൂച്ചറിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവന്റെ പ്ലാൻ തീർച്ചയായിട്ടും ഫെയിൽ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്തോ ഒന്ന് വലുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് എന്ന് നവോട്ടോ പറയുന്നു. ഇതേ സമയം ടാക്കമിച്ചി കുറോക്കാവ ഇസുനായുടെ ഫോട്ടോ അവിടെ കാണുന്നത്. ടെൻജിക്കോയുടെ ലീഡർ ഇസുനായി ആണ് ഇപ്പൊ എന്റെ ഹീറോ എന്ന് കോക്കച്ച പറഞ്ഞത് അവന് ഓർമ്മ വരുന്നു. ഇവൻ ടെൻജിക്കോയുടെ ലീഡർ ആണ്, ഇവൻ എങ്ങനെ ടോമാ മെമ്പേഴ്സിന്റെ ലിസ്റ്റിൽ വന്നേ എന്ന് ടാക്കമിച്ചി ചോദിക്കുന്നു. ഇവനിപ്പോ ടോമാന്റെ ടോപ്പ് മെമ്പേഴ്സിൽ ഒരുത്തരാണ്. ഒരു കാലത്ത് ബ്ലാക്ക് ഡ്രാഗന്റെ ലീഡർ ആയിരുന്നു എന്നും ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് നവോട്ടോ പറയുന്നു. ഇവൻ ടെൻജിക്കോയുടെ ലീഡർ അല്ലേ? ഇവിടെ ഇത് എന്തുവാടേ നടക്കുന്നേ? പാസ്റ്റിൽ ഞാൻ കണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇവിടെ. ഈ ടെൻജിക്കോ എന്ന് പറയുന്ന ഗ്യാങ്ങിനെ പറ്റി ആർക്കും അറിയില്ല. അങ്ങനെ ഒരു ഗ്യാങ് ശരിക്കും ഉണ്ടോ എന്ന് നവോട്ടോ ചോദിക്കുന്നു. അങ്ങനെ ഒരു ഗ്യാങ് ക്രിയേറ്റ് ചെയ്തത് S62 മെമ്പേഴ്സ് ആണ് എന്ന് ടാക്കമിച്ചി പറയുന്നു. ഈ ഇസുനായെ നീ പാസ്റ്റിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ശേഖരിച്ചേ പറ്റൂ. പോലീസ് ഇൻഫോയില് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ടെൻജിക്കോയെ പറ്റി അന്വേഷിക്കാമെന്ന് നവോട്ടോ പറയുന്ന സമയത്ത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ഇൻഫർമേഷനും കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ടാക്കമിച്ചി അവിടെ നിന്നും പോകുന്നു. ടാക്കമിച്ചി, ഇപ്രാവശ്യമെങ്കിലും നമ്മൾ സക്സസ്ഫുൾ ആയി എല്ലാം തന്നെ അവസാനിപ്പിക്കണം. തീർച്ചയായിട്ടും ഇതോടുകൂടി എല്ലാം അവസാനിപ്പിക്കണം എന്ന് ടാക്കമിച്ചിയും പറയുന്നു. ഈ ടെൻജിക്കോയുടെ ലീഡർ ബ്ലാക്ക് ഡ്രാഗന്റെ ലീഡർ ആയിട്ട് ഇരുന്നിരുന്ന ഒരുത്തനാണോ ഇനുയി കോക്കോ? ഒരുപക്ഷെ അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമായിരിക്കും. മൈക്കി അവരെ കൊന്നിട്ടില്ല, അവർ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. പക്ഷെ എവിടെയായിരിക്കും
എന്ന് ടാക്കിമിച്ചി ചിന്തിക്കുന്നു. ഇതേ സമയമാണ് ദൂരെ ടാക്കിമിച്ചി ആ പഴയ ചർച്ച് കാണുന്നത്. സീസൺ 2 ടാക്കിമിച്ചി ടൈജുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്തത് ഈ ചർച്ചിൽ വെച്ചായിരുന്നു. ആ സംഭവം നടന്നിട്ട് 12 വർഷമായല്ലേ. ആ ഫൈറ്റിന് ശേഷം ഫ്യൂച്ചർ മൊത്തമായിട്ട് മാറിയിട്ടുണ്ടാവും ഞാൻ വിചാരിച്ചു. ഈവൻ ടൈജു മരിക്കുന്നത് ഞാൻ തടുത്തു. ഈ ന്യൂയും കോക്കോയും ബ്ലാക്ക് ഡ്രാഗന്റെ ഫസ്റ്റ് ഡിവിഷനിൽ വന്ന് ചേർന്നു. എന്തിനേറെ പറയുന്നു, കിസുക്കിയെ പോലും ടോമാൻ നിന്നും പുറത്താക്കി. ഇത്രയൊക്കെ ചെയ്തിട്ടും ഫ്യൂച്ചർ മാത്രം എന്തുകൊണ്ട് ചേഞ്ച് ആവുന്നില്ല? ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ആദ്യത്തിനേക്കാൾ വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ അലറുവാണ് ടാക്കിമിച്ചി. ഓ ചർച്ചിനുള്ളിൽ കടന്ന് ഞാൻ നിലവിളിച്ചല്ലേ, ഓ സോറി എന്ന് ടാക്കിമിച്ചി പറയുന്നു. ഹേയ് മിണ്ടാണ്ടിരിക്കെ, മരിച്ചവരെങ്കിലും ഒന്ന് സമാധാനത്തോടെ ഇരിക്കട്ടെ എന്നൊരാൾ പറയുന്നു. നല്ല പരിചയമുള്ള ശബ്ദം. ആരതാണെന്ന് പറഞ്ഞ് ടാക്കിമിച്ചി തിരിഞ്ഞു നോക്കുന്നു. അവൻ മരിച്ചതിന് ശേഷം എല്ലാ ദിവസവും ഞാൻ ഈ ചർച്ചിലോട്ട് വരാറുണ്ട് എന്ന് അയാൾ പറയുന്നു. നോക്കുന്ന സമയത്ത് അത് വേറെ ആരും ആയിരുന്നില്ല, ബ്ലാക്ക് ഡ്രാഗൺ 10th ജനറേഷൻ ലീഡർ ആയിരുന്ന ടൈജു ആയിരുന്നു അത്. ടൈജുവിന്റെ സഹോദരൻ ഹാക്കായെ മൈക്കി കത്തിച്ചായിരുന്നു കൊന്നിട്ടുണ്ടായിരുന്നത്. ഹാക്കായി മരിച്ചതിന് ശേഷമാണ് ഡെയിലി ഞാൻ ചർച്ചിലോട്ട് വരുന്നത് എന്നായിരുന്നു ടൈജു പറഞ്ഞത്. ഷീബ ടൈജു ഇവനോ എന്ന് ടാക്കമിച്ചി ചിന്തിക്കുന്നു. മറ്റുള്ളവരെല്ലാം തന്നെ മരിച്ചുപോയി, നീ എങ്ങനെയാ ജീവനോടെ ഇരിക്കുന്നത് ടാക്കമിച്ചി എന്ന് ടൈജു ചോദിക്കുന്നു. തീർച്ചയായിട്ടും ടോമാന്റെ പാസ്റ്റിനെ പറ്റി ഇവനക്ക് അറിയുമെന്ന് ടാക്കമിച്ചി ചിന്തിക്കുന്നു. ടൈജു എനിക്ക് കുറച്ച് സംസാരിക്കണം. ഇത് നവൂട്ടോ ടാച്ചിബാന, ചെറുപ്പം തൊട്ടേയുള്ള എന്റെ ഫ്രണ്ടാണ്, ഇപ്പോ പോലീസിൽ വർക്ക് ചെയ്യുന്നു എന്ന് ടാക്കമിച്ചി അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. ഇൻട്രൊഡക്ഷനൊക്കെ മതി എന്ന് പറഞ്ഞ് ടൈജു അവരെ ഇപ്പോൾ ഒരു ബാറിലോട്ട് കൊണ്ടുപോകുന്നു. പോലീസിന്റെ കൂടെ കോപ്പറേറ്റ് ചെയ്യുന്നതിനൊന്നും എനിക്ക് താല്പര്യമില്ല, പക്ഷെ മരിച്ചുപോയ എന്റെ സഹോദരൻ ഹാക്കായി, അവന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ടോമാനെ പറ്റി എനിക്ക് ഇൻഫർമേഷൻ വേണം. എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്കറിയാവുന്നത് എനിക്കും പറഞ്ഞു തരണം. ഇത് എന്റെ സ്ഥലമാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം. കുറോക്കവ ഇസുനായെ പറ്റിയും ബ്ലാക്ക് ഡ്രാഗനെ പറ്റിയും അല്ലേ നിങ്ങൾക്ക് അറിയണ്ടേ? ഇസുനായി അല്ലേ ടെൻജിക്കോയുടെ ലീഡർ എന്ന് ടാക്കമിച്ചി ചോദിക്കുന്നു. അതെ, ടെൻജിക്കോ ഗ്യാങ് ആണ് യോക്കോഹാമയെ കൺട്രോൾ ചെയ്തിരുന്നത്. ഓ, അപ്പൊ അങ്ങനെ ശരിക്കും ഒരു ഗ്യാങ് ഉണ്ടായിരുന്നല്ലേ എന്ന് നവൂട്ടോക്ക് മനസ്സിലാവുന്നു. ഈ ഇസുനായി എങ്ങനെ ടെൻജിക്കോയിൽ നിന്നും ബ്ലാക്ക് ഡ്രാഗൺ ലീഡർ ആയിട്ട് മാറിയത്? എങ്ങനെ അവൻ ടോമാന്റെ ഉള്ളിലോട്ട് വന്നേ എന്ന് ടാക്കമിച്ചി ചോദിക്കുന്നു. നീ തെറ്റായിട്ടുള്ള ഓർഡർ ആണ് പറയുന്ന ടാക്കമിച്ചി. ബ്ലാക്ക് ഡ്രാഗൺ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ആരാണെന്ന് നിനക്കറിയോ? സാനോ സിനിച്ചിറോ ആണ് ബ്ലാക്ക് ഡ്രാഗന്റെ ഫൗണ്ടിംഗ് മെമ്പർ. അവൻ തന്നെയാണ് ഫസ്റ്റ് ജനറേഷന്റെ ലീഡറും എന്ന് ടൈജി അവനോട് പറയുന്നു. എന്ത്, മൈക്കിയുടെ ചേട്ടനോ? സിനിച്ചിറോ ലീഡർ ആയിരുന്ന സമയത്ത് ടോക്കിയോടെ മുഴുവൻ ടഫായിട്ടുള്ള ഗ്യാങ്ങും അവന്റെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ മൈക്കിയുടെ ചേട്ടൻ തന്നെയായിരുന്നു ബ്ലാക്ക് ഡ്രാഗനും ക്രിയേറ്റ് ചെയ്തത്. ബ്ലാക്ക് ഡ്രാഗൺ ഒരു ലെജൻഡറി ഗ്യാങ് ആയിരുന്നു. ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനും അത് തന്നെയായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. പക്ഷെ എല്ലാം അവസാനിച്ചത് 8th ജനറേഷനില് ഈസുനായി കൊറോക്കവ വന്ന സമയത്തായിരുന്നു. എന്ത്, 8th ജനറേഷനോ? ഈസുനായി 8th ജനറേഷൻ ആണെങ്കിൽ അവൻ നിന്റെ മുന്നേ തന്നെ ബ്ലാക്ക് ഡ്രാഗൺ ലീഡർ ആയിരുന്നു. അതെ, അതിനുശേഷം ബ്ലാക്ക് ഡ്രാഗന്റെ 9th ജനറേഷനെ ഇല്ലാതാക്കിയാണ് ടോമാൻ എന്നൊരു ഗ്യാങ് തന്നെ ക്രിയേറ്റ് ആയത്. ആ ടെൻജിക്കോയിലിരിക്കുന്ന എല്ലാവരും SST2 മെമ്പേഴ്സ് ആണ്. എന്നെക്കാൾ 2 വയസ്സ് മൂത്തതാണ്. ഈസുനായി ബ്ലാക്ക് ഡ്രാഗൺ വിട്ടിട്ട് പോയ ആ 3 വർഷം കൊണ്ട് ടെൻജിക്കോ എന്ന് പറയുന്ന ഒരു ഗ്യാങ് തന്നെ അവൻ ഫോം ചെയ്തു. അങ്ങനെ ടെൻജിക്കോ എന്ന് പറയുന്ന ഒരു ഗ്യാങ് ഫോം ചെയ്ത് ടോമാന്റെ കൂടെ അവർ ഫൈറ്റ് ചെയ്തു. അതാണ് കാണ്ടോ ഇൻസിഡന്റ് എന്ന് ടൈജു പറയുന്നു. അപ്പോഴാണ് ടാക്കമിച്ചി ആ കാര്യം ആലോചിക്കുന്നത്. കാണ്ടോ ഇൻസിഡന്റ് തുടങ്ങാം എന്ന് കിസക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഇൻസിഡന്റ് ആണ് നടക്കുന്നത് എന്ന് ടാക്കമിച്ചി ചിന്തിക്കുന്നു. ആരാ ജയിച്ചേ എന്ന് ടാക്കമിച്ചി ചോദിക്കുകയാണ് അവനോട്. അതെന്താ, നിനക്കറിയില്ലേ ടാക്കമിച്ചി? അതോ നീ ടോമാന്റെ ആളായതുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ നിനക്ക് വിശ്വസിക്കാൻ പറ്റില്ലേ? ആ ഫൈറ്റ് ഒരു ഡ്രോയിലാണ് അവസാനിച്ചത്. അതിന്റെ ടോപ്പിലുണ്ടായിരുന്നത് മൈക്കി, സെക്കൻഡിലിരുന്നത് കിസുക്കി, തേർഡ് ഈസുന കൊറോക്കോവ. പിന്നീടാണ് ടോമായും ടെൻജിക്കോയും ഒന്നായത്. പിന്നീട് അത് വളരെ വലിയൊരു ക്രൈം ഓർഗനൈസേഷനായി മാറി എന്ന് ടൈജു പറയുന്നു. ഓഹോ, വീണ്ടും കിസുക്കി കാരണമാണ് എല്ലാം സംഭവിച്ചത്. പക്ഷെ കിസുക്കി മരിച്ചല്ലേ? അവൻ മരിച്ചു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ആ ഈസുനായെ പറ്റി അന്വേഷിച്ചു. അവൻ പോലീസിനെ തന്നെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവനിപ്പോ ഗവൺമെന്റിന് പോലും തൊടാൻ പറ്റാത്ത അത്രയും വലിയ സ്ഥാനത്താണ് ഇരിക്കുന്നത് എന്ന് നവൂട്ടോ പറയുന്നു. അങ്ങനെയാണെങ്കിൽ കിസുക്കി മരിച്ചതുപോലെ ഒരു ഫേക്ക് എവിഡൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണോ എന്ന് ടാക്കമിച്ചി ചോദിക്കുന്നു. അതെ, കിസുക്കിയെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി അവൻ മരിച്ചതുപോലെ ഫേക്ക് ആയിട്ടുള്ള ഒരു ബോഡി ക്രിയേറ്റ് ചെയ്ത് പോലീസിനെ തന്നെ വിശ്വസിപ്പിച്ചു എന്ന് ടൈജു പറയുന്നു. അതെ, കിസുക്കി ഇപ്പോഴും ജീവനോടെയുണ്ട് എന്ന് നവൂട്ടോ പറയുന്നു. മൈക്കി മരിച്ചുപോയി, കിസുക്കി എവിടെയാണെന്ന് അറിയില്ല. ഈസുനായാണ് ഇപ്പൊ ടോമാന്റെ ലീഡർ എന്ന് അവർ പറയുന്നു. എന്ത്, ഈ നായയോ എന്ന് പറഞ്ഞ് ടാക്കമിച്ചി ടെൻഷൻ ആവുന്നു. മൈക്കി ഡ്രാഗനേക്കാൾ കൂടുതൽ വിശ്വസിച്ചിരുന്നത് ഈ ഈസുനായി ആയിരുന്നു എന്ന് ടൈജു പറയുന്നു. ഓ ഓ ഓ, എന്റെ മുൻപത്തെ 2 ബോസ്മാരും ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് പറഞ്ഞ് കോക്കനോയി ഇനുയി അങ്ങോട്ട് വരുന്നു. നിങ്ങൾ ടോമൻ ഗാങ്ങിലുള്ള ആൾക്കാരല്ലേ, എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ചോദിക്കുവാണ് ടൈജു. പോലീസിന്റെ അടുത്ത് നീ ഞങ്ങളെ പറ്റിയല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നത്, ഈസുനായെ പറ്റിയും സംസാരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. സോ നീ ടോമാന്റെ ശത്രുവാണ് എന്ന് പറഞ്ഞു ഇനുപ്പി ടോമാന്റെ ആളുകളുമായിട്ട് ഒരു ഫൈറ്റിന് എന്നെ തയ്യാറെടുക്കുന്നു. മണ്ടന്മാരെ, നിങ്ങളെ കൊണ്ട് എന്നെ എതിർക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ബ്ലാക്ക് ഡ്രാഗൺ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്ന് കരഞ്ഞോണ്ടിരുന്നവനല്ലേ നീ? ഈ കോക്കോ എന്ന് പറയുന്നവൻ ബ്ലാക്ക് ഡ്രാഗന്റെ വാലായിരുന്നില്ലേ? ഇപ്പോ ടോമോന്റെ വാലാട്ടിയല്ലേ? നീയൊക്കെ ജസ്റ്റ് കാഷ് മേക്ക് ചെയ്യുന്ന മിഷൻ മാത്രമാടാ. നിങ്ങളെ പോലെയുള്ള 2 പേരെ കൊണ്ട് എന്നെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ടാക്കമിച്ചി പുറകു വഴിയിലൂടെ രക്ഷപ്പെട്ടോ. നവൂട്ടോ, ഹാക്കായുടെ മരണത്തിൽ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. മൈക്കിയാണ് അവനെ കൊന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ കിസുക്കി ആയിരിക്കും അതിന്റെ പിന്നിൽ. അവന്റെ മരണത്തിന് ഞാൻ പ്രതികാരം ചോദിച്ചേ പറ്റൂ. സത്യം എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം.
ശരി പൊക്കോ എന്ന് പറയുവാണ് ടൈജു. നിന്റെ സഹായത്തിന് ഒരുപാടധികം നന്ദിയുണ്ട് ടൈജു. എനിക്ക് നിന്നോട് ഒരുപാടധികം കടപ്പാടുണ്ട് ടാക്കമിച്ചി. ഈ ഒരു സഹായം അതിന് മതിയാവോ എന്ന് എനിക്ക് അറിയില്ല എന്ന് ടൈജു പറയുന്നു. അങ്ങനെ ടൈജു തന്റെ പഴയ ശക്തിയൊക്കെ പുറത്തെടുക്കുന്നു. അവിടെയുള്ള ഓരോരുത്തരായിട്ട് ടൈജു വാരിയെടുക്കാൻ തുടങ്ങുന്നു. ടാക്കമിച്ചി പുറകു വഴിക്കൂടെ രക്ഷപ്പെടുന്നു. ഹിനുബയും കോക്കോയും എന്റെ ഫസ്റ്റ് ഡിവിഷനിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. ഈസുനായെ പറ്റി അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടാവും. അവരോട് അത് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാവും. ഹാട്ടോ ഇൻസിഡന്റിനെ പറ്റി എനിക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അത് അവരോട് ചോദിച്ചേ പറ്റൂ. ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടില്ല എന്ന് പറഞ്ഞ് ടാക്കമിച്ചി തിരിച്ച് ആ ബാറിലോട്ട് എന്നെ പോവാൻ നിൽക്കുന്നു. ഹലോ ടാക്കമിച്ചി എന്ന് പറഞ്ഞ് കിസുക്കി അവന്റെ മുമ്പിലോട്ട് വരുന്നു. കിസുക്കി നീയോ? പെട്ടെന്ന് എന്നെ കിസുക്കി അവനെ അങ്ങ് ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ ജസ്റ്റ് മിസ്സിന് നവൂട്ടോ അവനെ രക്ഷിക്കുന്നു. സോ വെടികൊണ്ടത് നവൂട്ടോക്കാണ്. നവൂട്ടോ എന്ന് പറഞ്ഞ് ടാക്കമിച്ചി നോക്കുന്നു. നവൂട്ടോ അതാ ചോരയിൽ കുളിച്ചു കിടക്കുന്നു. നവൂട്ടോ ആണ് മൈക്കിയെ കൊന്നത്. അവൻ എന്റെ ടാർഗറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ഈസുന അങ്ങോട്ട് വരുന്നു. സോറി ഈസുനായി, ഞാൻ ടാക്കമിച്ചിയാണ് ഷൂട്ട് ചെയ്തത്, പക്ഷെ അവൻ ഇടയിൽ കയറി എന്ന് കിസുക്കി പറയുന്നു. എന്റെ മൈക്കിയെ നിങ്ങൾ കൊന്നല്ലേ? എന്ത്, നിന്റെ മൈക്കിയോ എന്ന് പറഞ്ഞ് ടാക്കമിച്ചി ഷോക്കാവുന്നു. കാക്കച്ചോ, ഇവനെ അങ്ങ് കൊന്നു കളഞ്ഞേക്ക് എന്ന് ഈസുനായി പറയുന്നു. ടെഞ്ചിക്കോടെ ലീഡറായ ഈസുനായി ആണ് എന്റെ ഹീറോ എന്ന് കോക്കച്ചോ പറഞ്ഞത് അവന് ഓർമ്മ വരുന്നു. ഒന്നും തന്നെ ആലോചിക്കാതെ അവനെ അങ്ങ് ഷൂട്ട് ചെയ്യുകയാണ് കോക്കച്ചോ. അവൻ എന്നെ ശരിക്കും ഷൂട്ട് ചെയ്തു. ഞാൻ മരിക്കാൻ പോവാ. നീ നല്ല കാര്യമാണ് ചെയ്ത് കോക്കച്ചോ എന്ന് പറഞ്ഞ് അവരവിടെ നിന്നും പോകുന്നു. നവൂട്ടോ എന്നോട് ക്ഷമിക്കണ ടാക്കമിച്ചി. ഞാൻ നിന്നെ ചെറുപ്പത്തിൽ കണ്ട സമയത്ത് എനിക്ക് ഒരുപാടധികം ദേഷ്യം വന്നു. ഇവനെ പോലെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മണ്ടനെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? എന്റെ സിസ്റ്റർ ഇവനെയാണോ ലോ ചെയ്യുന്നേ? ഇവന്റെ കയ്യിൽ അങ്ങനെ എന്താണുള്ളത് എന്നൊക്കെ ഞാൻ ആലോചിച്ചു. എത്ര പ്രാവശ്യം നീ തോറ്റാലും വീണ്ടും വീണ്ടും നീ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി ടാക്കമിച്ചി, നീ ശരിക്കും ഒരു ഹീറോ ആണ്. നീ ഒരിക്കലും തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. നിന്നെ ആലോചിക്കുമ്പോ എനിക്ക് അഭിമാനം തോന്നടാ. ഇതാണ് നമ്മുടെ അവസാനത്തെ ഹാൻഡ് ഷേക്ക് എന്ന് തോന്നുന്നു. മരിക്കാൻ എനിക്ക് ശരിക്കും പേടിയാവുന്നടാ. ഈ ഹാൻഡ് ഷേക്ക് ഒരിക്കലും അവസാനാവില്ല നവൂട്ടോ എന്ന് പറഞ്ഞ് ടാക്കമിച്ചി അവൻ ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ തോറ്റു കൊടുക്കില്ല എന്ന് ടാക്കമിച്ചി പറയുന്നു. സോ അവൻ പാസ്റ്റിലോട്ട് പോകുന്നു. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയാം. ഇനി വരുന്ന എപ്പിസോഡ്സ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവൂ. എന്തായാലും കിസുക്കി ഇപ്പോൾ ഫ്യൂച്ചറിൽ നവൂട്ടോയും ടാക്കമിച്ചിയും കൊന്നുകളഞ്ഞിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരയ്ക്കും. ബൈ.